ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കലാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് ഇടിയപ്പമാണ്. ഇടിയപ്പവും കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത്. കൊഴുക്കട്ട വെറുതെ എനിക്കെന്തോ ഒരു തിന്നാനൊരാഗ്രഹം തോന്നിയപ്പോൾ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കലാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ്. ഇപ്പോൾ 2 ദിവസമായി നമ്മളിവിടെ മഴയും ഇല്ല വെയിലും ഇല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. ഭയങ്കര ചൂടും. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയുണ്ട്. ഇപ്പോൾ മഴയെല്ലാം ഒന്ന് ഏകദേശം നിന്നേരം പിന്നെ കാറ്റാണ്. മഴ മാത്രമാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാറ്റെല്ലാം വീശുമ്പോൾ ഭയങ്കര പേടിയാണ് നമുക്ക്. ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വീടിൻ്റെ ബാക്ക് വശത്തെല്ലാം 2 മരമുണ്ട്. മരം രണ്ടല്ല, കുറേ മരമുണ്ട്. പക്ഷേങ്കിൽ 2 മരം ഭയങ്കര നമുക്ക് എന്താ പറയണ്ടത്, വീടിന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കുന്ന 2 മരമാണ്. അപ്പോൾ അത് നമ്മളതല്ല, വേറെ ആളെ സ്ഥലത്തുള്ള മരമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നല്ല വളർന്ന് വലിയ പന്തലിച്ചിട്ട് അതിൻ്റെ കൊമ്പ് മുഴുവനും നമ്മളെ വീടിൻ്റെ മേലോട്ടേക്കാണുള്ളത്. അത് കണ്ടില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ രാത്രി കാറ്റ് വീശുമ്പോൾ ഭയങ്കര പേടിയാണ്. ഒന്നാമത് ഇത് ഈ മരത്തിൻ്റെ അടിഭാഗമെല്ലാം ചെതലെല്ലാം തിന്നിട്ട് ഇങ്ങനെ മോശമായിട്ടുള്ളതാണ്. അപ്പോൾ ഏത് നിമിഷവും വീഴും. അതേപോലെ തന്നെ ഈ ഒരു മഹാഗണീൻ്റെ ഒരു മരം, മറ്റേത് ഉപ്പിലേൻ്റെ മരമാണ്, ഇതൊരു മഹാഗണീൻ്റെ മരമാണ്. ഇതുമെല്ലാം ഇതേപോലെ തന്നെ പടർന്നു പന്തലിച്ചിട്ട് വീട്ടിൻ്റെ മേലേക്ക് തന്നെ ഉള്ളത്. അപ്പോൾ ഇത് അവരോട് മുറിക്കാൻ പറഞ്ഞിട്ട് മുറിക്കൊന്നുമില്ല. നമുക്കാണെങ്കിൽ ആകെ എന്താ പറയണ്ടത്, ഇതിനെ കൊണ്ട് വലഞ്ഞിട്ടുള്ളത് നമ്മളാണ്. രാത്രിയാകുമ്പോൾ പേടിച്ചിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ പാറൂർന്ന് കളിക്കലാണ്. ഒറ്റക്കായതുകൊണ്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും നോക്ക് കളിക്കാനൊന്നുമില്ല. നമ്മളെ ഈ ഭാഗത്തെല്ലാം കുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പുറത്തിപ്പുറത്തൊന്നും പോയിട്ട് അങ്ങനെ കളിക്കലൊന്നുമില്ല. ആൺകുട്ടികളെല്ലാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയെല്ലാം പോകും. അപ്പോൾ ഇവിടെ ശിവൂട്ടൻ്റെ വണ്ടി എടുത്തിട്ടാണ് ഈ കളിക്കുന്നത്. അധികം TV കാണും, കാർട്ടൂൺ കാണും, ഇല്ല ഇങ്ങനെ എന്തെങ്കിലും കളിച്ചിട്ടാണ് സമയം കളയൽ. അപ്പോൾ അതിലിടയ്ക്ക് എൻ്റെ അലക്കെല്ലാം ഞാൻ തീർത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയേരം പോയിട്ട് അലക്കി. അപ്പോഴത്തേക്ക് പിന്നെയും മഴ വന്നു. അപ്പോൾ ഈ മഴ പെയ്താൽ നമുക്ക് പിന്നില്ല വേറൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത് തന്നെ എല്ലാവർക്കും ഉണ്ടാകും. തുണി ആറിയിടാനുള്ള വിഷമമാണ്. ഒന്നാമത് സ്ഥലമില്ല. ഈ മുറ്റത്താകെ ഒരു ഷീറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇപ്പം തൽക്കാലം ഇട്ടിട്ടില്ല. ഇതനി ഉണങ്ങുകയും ചെയ്യൂല. ഇപ്പോൾ ഡെയിലി മഴയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ മേക്കുമ്മേലേ തുണിയെല്ലാം ആറിയിടേണ്ട അവസ്ഥയാണ്. അപ്പം ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത്. ഇത് മഴപ്പാറ്റ പോലത്തെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. മുറ്റത്തുനിന്ന് നിലത്തുനിന്നാണ് ഇങ്ങനെ പാറി വരുന്നു കൂട്ടത്തോടെ. കുറേ ഉണ്ട്. അപ്പോൾ നേരത്തെ ഒന്നും ഞാനിങ്ങനെ സംഭവത്തിന് കണ്ടിട്ടേ ഇല്ല നിലത്തൊന്നും. ഇതിപ്പോൾ പെട്ടെന്ന് കിടന്നാ വന്നേന്ന് അറിയില്ല. കുറേ ഉണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ സൈസാണ്. അത് ഈ റോഡ് സൈഡിലെല്ലാം കാണാം. മഴയെല്ലാം പെയ്താൽ ഇതിൻ്റെ വലിയത് ഇങ്ങനെ കൂമ്പാരായിട്ട് അതിൻ്റെ ചിറകും ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട്. അപ്പോൾ ഞാൻ നിലത്ത് നോക്കിയാൽ 2 എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്തോ ഒരു ഉറുമ്പിന് ചിറക് വെച്ച പോലത്തെ ഒരു സംഭവമാണ്. ഇപ്പോൾ മഴ ഇപ്പം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതിലെടുക്ക് പാറു കഴിഞ്ഞ ക്രിസ്മസിനാ മറ്റും മേടിച്ച ഒരു നക്ഷത്രമാണ്. അത് എവിടുന്നോ തപ്പി പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്കിത് ഇവിടെ കെട്ടിത്തോക്കാം. ഞാൻ എൻ്റെ വേണ്ടാന്ന് പറഞ്ഞാൽ ടാറ്റയും പറഞ്ഞിട്ട് പോക്കാന്ന്. പിന്നെ നമ്മളെ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ നായ്ക്കളെ ഭയങ്കര ശല്യമാണ്. ഇതിപ്പോൾ ഒരു 5-6 പിള്ളവും ഉണ്ട്. അതേപോലെ ഒരു 10-15 വലിയ നായെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു നായുണ്ട്, അതിനെക്കൊണ്ട് ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ അത്രയും ശല്യമാണ്. നമുക്ക് ചെരുപ്പൊന്നും മുറ്റത്തൊന്നും വെച്ചിട്ട് പോകാനേ പറ്റില്ല. നമുക്ക് നല്ല ഈ ഭാഗത്തില്ലായിരിക്കും.
പ്രത്യേകിച്ച് നല്ല ചെരുപ്പ്. പഴയ ചെരുപ്പെല്ലാം നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കൂല. കുറച്ചൊരു നല്ല ടൈപ്പ് ചെരുപ്പാണെങ്കിൽ അതും കടിച്ചിട്ട് അപ്പം പോയി കളയും. പിന്നെ അതിൻ്റെ ഡ്രസ്സേ ഉണ്ടാവില്ല. എവിടെയെങ്കിലും കടിച്ചിട്ട് ഏതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ റോട്ടുമ്മലെല്ലാം കൊണ്ടിടും. കടിച്ച് പൊട്ടിച്ചിട്ടെല്ലാം ഉണ്ടാവും. അത്രയും ശല്യമാണ്. അതുമാത്രമല്ല നമുക്ക് വഴി വരെ നടക്കാൻ പറ്റൂല. പിന്നെ ഇത് എവിടുന്നോ ഒരു കളറിങ് ബുക്ക്, ഇത് മറ്റേ എന്താണ് മാജിക് വാട്ടർ കളർ ബുക്ക് അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അതെടുത്തോണ്ട് അതിന് കളർ കൊടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കളർ കൊടുക്കുന്നു ഒന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എടുക്കുമെന്ന്. ഇത് ഈ പെന്നിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അതിൽ ഉരച്ചു കൊടുക്കുമ്പം ചിത്രം തെളിഞ്ഞ് തെളിഞ്ഞ് വരുത്തങ്ങനെയാണ്. ഇങ്ങനത്തെ 2 ഉണ്ടായിരുന്നു. ഒന്നെല്ലാം കളർ കൊടുത്തെല്ലാം കീറിപ്പറിച്ചങ്ങ് കളഞ്ഞ്. ഇപ്പം ഈ ഒന്ന് മാത്രമാണുള്ളത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഉച്ചനേരം നമ്മൾ ചോറ് നല്ല പരിപാടിയിലാണ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ മത്തിക്കറി, മത്തി ഫ്രൈ, പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തത്, അച്ചാർ ഇതെല്ലാമാണ്. അപ്പം ഇതെല്ലാം കൂട്ടിയിട്ട് ഞാനും പാറും ചോറുണ്ണലാണ്. അപ്പോൾ ചോറ് ഞാൻ മാത്രമേ തിന്നുള്ളൂ. പാറു രാവിലത്തെ ഇടിയപ്പമാണ് തിന്നുന്നത്. ഓക്ക് വലിയ ചോറങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല. അധികം രാവിലത്തേതെല്ലാം തിന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.